ഇന്ന് നമുക്കൊരു സ്ട്രോബെറി ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കിയാലോ? ഈ സബ്സ്ക്രൈബർ ആട്ടോ നമ്മളോടൊന്ന് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞേ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വല്ലവരും കമൻറ്റ് ചെയ്ത് വല്ല ആഗ്രഹം പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും ട്രൈ ചെയ്യുന്നു. കാരണം എനിക്ക് എൻ്റെ കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. സോ ആസ് യൂഷ്വൽ വരയ്ക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ടെംപ്ലേറ്റ് ഞാൻ ട്രേസ് എടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ക്ലേ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ടെംപ്ലേറ്റ് വെച്ചു, കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്യൽ പിന്നെ ഇന്നും പറയുന്ന പോലെ ഭയങ്കര രസമുള്ള പരിപാടിയാണല്ലോ. പക്ഷേ എനിക്ക് ഈ ക്ലേനേക്കാൾ ഇഷ്ടപ്പെട്ടത് നമ്മളുണ്ടാക്കിയ മറ്റേ ക്ലേ ആണ് കേട്ടോ. ഇതൊരു സുഖം ഉണ്ടായിരുന്നില്ല. അരക്കാറ്റ് ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കുന്ന വീഡിയോയും ഈ ഒരു വീഡിയോയും കണ്ടു വെച്ചാൽ നിങ്ങൾക്ക് ആ ക്ലേൻ്റെ ഡിഫറൻസ് നല്ലോണം മനസ്സിലാവും. എനിക്ക് മറ്റേ ക്ലേ ഇഷ്ടമായി. ഇത് കുറച്ച് കളർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും യൂസ് ചെയ്യാനും കുറച്ചുകൂടെ സ്മൂത്തൊക്കെ മറ്റേ ക്ലേ ആണ്. ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ ചാനലിൽ അടുത്തത് എന്താ ട്രൈ ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സ്ട്രോബെറിയുടെ ടെംപ്ലേറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബോർഡർ വെക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. ഭയങ്കര പണിയായിരുന്നു അത് സ്മൂത്ത് ചെയ്തെടുക്കാൻ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലേ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ക്രാക്കിൽ കൊടുത്ത് ആസ് യൂഷ്വൽ നമ്മൾ ക്ലേ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ശരിയായതിന് ശേഷം സ്ട്രോബെറിയുടെ തലയിലുള്ള ആ ഒരു ഇല ഉണ്ടല്ലോ, ഇലയിലല്ലോ അത്, അതിനെന്താ പറയുക, വാട്ടവർ, അത് നമ്മൾ വീണ്ടും ടെംപ്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സുഖമില്ല എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾവേസ് ബി യുവർ ഹാപ്പി സെൽഫ്.